ഹായ് ദ്രുദ്ര ഫാമിലിയുടെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് ഞങ്ങൾ വന്നിട്ടുള്ളത് കോഴിക്കോടുള്ള പ്ലാനറ്റോറിയത്തിലേക്കാട്ടോ. ഇപ്പോൾ അതിൻ്റെ പേര് പ്ലാനറ്റോറിയം എന്നൊന്നല്ല, വണ്ടർലാൻഡ് ഓഫ് സയൻസ് എന്നാണ് കേട്ടോ ഇപ്പോഴത്തെ പേര്. കുറേ മാറ്റങ്ങൾ വരുത്തിയിട്ടുണ്ട് കേട്ടോ അവർ. പുറത്താണെങ്കിലും ഉള്ളിലത്തെ കാഴ്ചകളാണെങ്കിലും ഒക്കെ തന്നെ. ഇതിനുള്ളിൽ കയറാനായിട്ട് ഒരാൾക്ക് 40 രൂപ കേട്ടോ. അത് കുട്ടികളാണേലും മുതിർന്നവരാണേലും ഒക്കെ 40 രൂപ തന്നെയാണ്. പിന്നെ എക്സ്ട്രാ വരുന്നത് എന്ന് പറഞ്ഞാൽ 3D ഷോ അങ്ങനത്തെ ഷോകൾക്കൊക്കെ ആട്ടോ. അപ്പം നമ്മൾ ടിക്കറ്റ് എടുക്കുന്നിടത്ത് തന്നെ പറഞ്ഞാൽ അവർ അതിനും കൂടെ ഉള്ളത് ടിക്കറ്റ് തരും. കാണുന്നതാണ് PSLV C11 കേട്ടോ, റോക്കറ്റ്. പിന്നെ അതാ ഗാന്ധിജീൻ്റെ സ്റ്റാച്യു ഒക്കെ ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്. ഗാന്ധിജി നൂല് നൂൽക്കുന്ന രീതിയിലാണ് അവർ ചെയ്തു വെച്ചിട്ടുള്ളത്. ഇതൊക്കെ ശരിക്കും നമ്മൾ കുട്ടികളെ കൊണ്ടുവന്ന് കാണിച്ചു കൊടുക്കേണ്ട കാര്യങ്ങളാട്ടോ. അപ്പം അവരുടെ മനസ്സിലേക്ക് വേഗം തന്നെ പതിയാനും ഇത് സഹായിക്കും. മക്കളിതാ ആ സാധനം കണ്ടിട്ട് ഓടി കയറിയിട്ടോ. അതിൻ്റെ പേരെന്താണെന്ന് എനിക്കറിയില്ല. അത് അവർ തിരിച്ചു കഴിഞ്ഞാൽ ആ ട്യൂബിൻ്റെ ഉള്ളിൽ കൂടെ വെള്ളം കയറിയിട്ട് വെള്ളം ഇങ്ങനെ തൂക്കൂട്ടോ. പക്ഷെ അതെന്തോ കേടാണ്, വർക്ക് ചെയ്യുന്നില്ല സംഭവം. ഇത് ഞങ്ങൾ കഴിഞ്ഞ വട്ടം വന്നപ്പോഴും ഇങ്ങനെ തന്നെയായിരുന്നു കേട്ടോ. ഇതുവരെ നന്നാക്കിയിട്ടില്ല എന്ന് തോന്നുന്നുണ്ട്. പിന്നെ അത് വർക്ക് ചെയ്യില്ല എന്ന് കണ്ടേരെ അതിൽ നിന്ന് ഇറങ്ങി. ഇതൊക്കെ പുതിയതാട്ടോ, ഇതൊന്നും ആദ്യം ഇല്ലായിരുന്നു. ഇതൊക്കെ അവർ പുതിയതായിട്ട് ചെയ്ത് വെച്ച കാര്യങ്ങളാണ്. നല്ല രസമുണ്ടല്ലേ കാണാൻ. പിന്നെ ഇതിൻ്റെ പുറത്ത് മക്കൾക്ക് കുറേ എൻജോയ് ചെയ്യാൻ പറ്റിയ കാര്യങ്ങളുണ്ട് കേട്ടോ. അപ്പം ഊഞ്ഞാലയും അങ്ങനത്തെ കാര്യങ്ങളൊക്കെ അവർക്ക് വന്നു കഴിഞ്ഞാൽ കളിക്കാൻ പറ്റിയ സാധനങ്ങളെല്ലാം ഉണ്ട് കേട്ടോ. പിന്നെ മനുഷ്യനിതാ എങ്ങനെയാണ് രൂപാന്തരം വന്നിട്ടുള്ളത് എന്നൊക്കെ നമുക്ക് മക്കൾക്ക് പറഞ്ഞു കൊടുക്കാൻ വേണ്ട രീതിയിലൊക്കെ അവർ ചെയ്ത് വെച്ചിട്ടുണ്ട് കേട്ടോ. അവർക്ക് വേഗം മനസ്സിലാവുന്ന, ആർക്ക് കണ്ടാലും വേഗം മനസ്സിലാവുന്ന രീതിയിൽ അവരവിടെ എഴുതി വെച്ചിട്ടുണ്ട്. നമുക്കത് കുട്ടിക്ക് കാണിച്ചു കൊടുക്കുമ്പോൾ അവർക്ക് വേഗം മനസ്സിലാവുകയും ചെയ്യും. മഴയത് കാരണം കുറച്ച് വെള്ളമൊക്കെ ഉണ്ടായിരുന്നു. അപ്പം അതിൻ്റെ കുറച്ചൊരു ബുദ്ധിമുട്ടല്ലാതെ വേറെ ഒന്നും, ചളിയും കാര്യങ്ങളൊക്കെ ഉണ്ട് ചില സ്ഥലത്ത് അവർ നല്ലോണം കല്ലൊക്കെ ഇട്ട് നല്ല സെറ്റാക്കിയിട്ടുണ്ട്. ആദ്യം സത്യം പറഞ്ഞാൽ ഇതിൻ്റെ ഉള്ളിൽ കൂടെ നോക്കിയപ്പോൾ എന്താണെന്നൊന്നും മനസ്സിലായിട്ടില്ലായിരുന്നു കേട്ടോ. ഇതിപ്പോൾ എന്താ നീലയിലും ചുവപ്പിലും കാണുന്നത്. പിന്നെ അതിൻ്റെ അടുത്തുള്ളൊരു എന്ത് സാധനമായാലും എന്തവർ അവിടെ ചെയ്ത് വെച്ചിട്ടുള്ളതായാലും നമുക്കിവിടെ വായിക്കാനൊരു ബോർഡ് കൊടുക്കും കേട്ടോ. അപ്പോൾ അത് വായിച്ച് നോക്കിയാൽ നമുക്ക് കാര്യം പിടികിട്ടും എന്താണ് എന്നുള്ളത്. അത് ശരിക്കും ഒരു കണ്ണ് റെഡിലും ഒരു കണ്ണ് ബ്ലൂവിലും വെച്ചിട്ട് നോക്കുമ്പം നമുക്ക് അത് റൗണ്ടായിട്ട് കറങ്ങുന്ന പോലെ തോന്നും. അതാണ് അതിൻ്റെ ഒരു സംഭവം എന്ന് പറഞ്ഞാൽ. പിന്നെ ഇതിൻ്റെ ഉള്ളിൽ മക്കൾക്ക് മാത്രമല്ല കേട്ടോ, 10 വയസ്സിൽ താഴെയുള്ള കുട്ടികൾക്ക് കളിക്കാൻ പറ്റിയ എല്ലാ സാധനങ്ങളും ഉണ്ട്. ഇപ്പോൾ മഴയായത് കാരണം കുറച്ചൊരു ബുദ്ധിമുട്ടും കാര്യങ്ങളും ഒക്കെ ഉണ്ട്. ദ്രവണിക്ക് അതിൻ്റെ മണ്ടയ്ക്ക് കയറി താഴോട്ട് നിറങ്ങാനുള്ള പ്ലാനിങ് ആണ്. അപ്പം ഞാൻ പറഞ്ഞെന്നാൽ ഈ നിറങ്ങിക്ക് വെള്ളത്തിൽ മൂക്കും കുത്തി പോകുന്നു. അപ്പം അതിൻ്റെ ഒരു ബുദ്ധിമുട്ടുണ്ടായിരുന്നു കേട്ടോ. വെള്ളം മഴയായത് കാരണം വെള്ളം നിൽക്കുന്നതിൻ്റെ ഒരു ബുദ്ധിമുട്ട് അവിടെ ഉണ്ടായിരുന്നു. പക്ഷെ എല്ലാവരും സൗകര്യത്തിൽ നിന്ന് അവർ നല്ലോണം എൻജോയ് ചെയ്യുന്നുണ്ടായിരുന്നു. കൂടെ ഞങ്ങളും കളിക്കാൻ ഇറങ്ങി കേട്ടോ. അപ്പം അവരുടെ കൂടെ കളിക്കുന്ന സമയത്ത് അവർക്കും സന്തോഷമാണ്, നമുക്കും അത് ഭയങ്കര സന്തോഷമാണ്. പിന്നെ ഞങ്ങൾ എപ്പോഴും വന്നാൽ ഒരുമിച്ച് എല്ലാവരും കൂടെ ആടുന്നൊരു ഊഞ്ഞാലുണ്ട് കേട്ടോ. അതിപ്പോൾ കാണിച്ചു തരാം. അങ്ങോട്ടാണ് ഞങ്ങൾ പോയി കൊണ്ടിരിക്കുന്നത്. എപ്പോൾ വന്നാലും ഞങ്ങൾ ഒരുമിച്ച് ആടും കേട്ടോ ഇതിൽ. ഈ ഊഞ്ഞാലിൻ്റെ പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ നമുക്ക് ആരും ആട്ടിത്തരുന്നു വേണ്ട, നമുക്ക് തന്നെ കാലുകൊണ്ട് മുന്നോട്ട് ഉന്തി ആടാട്ടോ. അടിപൊളിയാണ് സംഭവം. ഇതിപ്പോൾ ദ്രാവത്തും നല്ലോണം നിന്നും കണ്ട് ഇങ്ങനെ ആട്ടുകയാണ്. അപ്പോൾ അല്ലാതെ തന്നെ നമുക്ക് ഇരുന്ന് തന്നെ വലിയവർക്ക് കാലുകൊണ്ട് ഇങ്ങനെ കാലെത്തണം കേട്ടോ, നിലത്ത് കാലെത്തണം, എന്നാലേ ഉള്ളൂ ആട്ടാൻ കഴിയുള്ളൂ. അപ്പം നിലത്ത് കാലെത്തുന്നവർക്ക് നല്ല സുഖത്തിൽ ഇരുന്നുകൊണ്ട് തന്നെ ആടാൻ പറ്റും. അതാണ് ഈ ഊഞ്ഞാലിൻ്റെ ഒരു പ്രത്യേകത. നേരത്തെ പറഞ്ഞ മാതിരി തന്നെ ഇതങ്ങനെ ആട്ടി വലിയ സ്പീഡിൽ ആട്ടുക കേട്ടോ. എനിക്ക് സത്യം പറഞ്ഞാൽ എനിക്ക് കുറച്ച് പേടിയായി. ഇനി ഭഗവാൻ ഏതിട്ടും തുരുമ്പിച്ച് എവിടെയെങ്കിലും കിടക്കുന്നുണ്ടെങ്കിൽ ഇതിപ്പം എല്ലാവരും കൂടെ നിലത്ത് കിടക്കുമല്ലോ എന്നൊക്കെ, അങ്ങനത്തെ ഒരു തോട്ടൊക്കെ പെട്ടെന്ന് എനിക്ക് തോന്നും കേട്ടോ. എപ്പോഴും ഞാൻ എന്തിനേയും അങ്ങനെയാണ് ചിന്തിക്കുക. അങ്ങനെ ചിന്തിക്കാൻ പാടില്ല എന്നാണ്. പക്ഷേ ഞാൻ അയ്യോ ഇതിൽ എന്തെങ്കിലും അപകടം ഉണ്ടാവുമോ എന്ന് പെട്ടെന്ന് അങ്ങനെയാണ്. എന്തിൽ കളിക്കുകയാണെങ്കിലും എനിക്ക് അങ്ങനത്തെ ഒരു ചിന്ത വരും. ഒരു പേടിയാണ്. മോളപ്പുറത്തേക്ക് ഓടിപ്പോയിട്ടോ. ഊഞ്ഞാലയിൽ ആടി കളിക്കാൻ വേണ്ടിയിട്ട് അതാ ദൂരെ അവിടെ ഉണ്ട്. പക്ഷെ നമുക്കിവിടെ ഒന്നും പേടിക്കാനില്ല കേട്ടോ. കാരണം അവിടെ എൻട്രൻസിൽ തന്നെ ഗേറ്റ് ഉണ്ട്, അവിടെ സെക്യൂരിറ്റി ഉണ്ട്. പിന്നെ ഇതിൻ്റെ ഉള്ളിലൊക്കെ ഫുള്ള് സെക്യൂരിറ്റികളാണ്. നമുക്കൊന്നും പേടിക്കാനില്ല. എന്നാലും എൻ്റെ ഒരു കണ്ണ് അവളുടെ അടുത്ത് എപ്പോഴും ഉണ്ടാവും. ധ്രുവത്തിനും രാത്തിനും അത് പൊക്കാനേ പറ്റുന്നുണ്ടായിരുന്നില്ല കേട്ടോ. കാരണം അത്രയും വെയിറ്റാണ്. അത് കുറച്ചും കൂടെ ഒരു ആരോഗ്യമുള്ള ആൾക്കാരൊക്കെ അത് പൊന്തിക്കാൻ പറ്റുള്ളൂ. എൻ്റെ അമ്മ കണ്ടിട്ട് തന്നെ പേടിയാവുന്നല്ലേ. ഇതൊക്കെ പണ്ടുണ്ടായിരുന്നു അത്രേ. എന്താണ് ഇൻഡത്തേറിയം എന്നാട്ടോ ഇതിൻ്റെ പേര്. എന്തായാലും വംശനാശം സംഭവിച്ച ജീവികളിൽ ഒരാളാണ് ഇയാൾ. അപ്പം കണ്ടിട്ട് തന്നെ പേടിയാവുന്നുണ്ട്. എന്തൊക്കെയോ മുതലേൻ്റെ മാതിരിയുള്ളൊരു സാധനമൊക്കെ കണ്ടോ, അതൊക്കെ എന്തൊക്കെയോ ആട്ടോ പേര്. പക്ഷെ നല്ല ഭംഗിയുണ്ട് കാണാൻ. അവർ നല്ല ഭംഗിയിലൊക്കെ ചെയ്ത് വെച്ചിട്ടുണ്ട്. പിന്നെ അതാ ഊഞ്ഞാൽ ചുറ്റിനും ഊഞ്ഞാല കേട്ടോ.
അവിടെയും ഇവിടെയും അപ്പുറം അപ്പുറം ഒക്കെ ഊഞ്ഞാലയാണ്. നല്ല രസമുണ്ടായിരുന്നു കാണാൻ. കുറേ ആളിരുന്ന് ആടുന്ന സമയത്ത് നല്ല ഭംഗിയുണ്ടാവും. അപ്പുറം ഉള്ളോട്ട് വരികയും പുറകോട്ട് പോവുകയൊക്കെ ചെയ്യുമ്പം നല്ല ഭംഗിയുണ്ടാവും കേട്ടോ. ഇതാരാ? ഇതാണ് നമ്മുടെ ഐസക് ന്യൂട്ടൻ. ഇതും പുതിയതാട്ടോ, പുതിയതായിട്ട് അവർ ചെയ്തു വെച്ചാണ്. എന്തായാലും അടിപൊളിയായിട്ടുണ്ട്. ഐസക് ന്യൂട്ടനെ കുറിച്ചുള്ള കാര്യങ്ങൾ എഴുതി വെച്ച ബോർഡാട്ടോ. ഇത് വായിക്കുമ്പോഴും നമുക്ക് കുറേ കാര്യങ്ങൾ മനസ്സിലാക്കിയെടുക്കാൻ പറ്റും. ഐസക് ന്യൂട്ടൻ എന്ന് പറയുമ്പോൾ നമുക്ക് എന്തായാലും മനസ്സിൽ ആ ഒരു ആപ്പിൾ മരത്തിൻ്റെ ചോട്ടിലിരുന്ന് ആപ്പിൾ തലയിൽ വീകുന്ന ആ ഒരു ചിത്രമാണ് എല്ലാവർക്കും ഓർമ്മ ഉണ്ടാവുക അല്ലേ. അപ്പം അതുതന്നെയാണ് അവരവിടെ ചെയ്ത് വെച്ചിട്ടുള്ളതും. പിന്നെ ഇതിൻ്റെ ഉള്ളിൽ കൂടെ നോക്കിയാൽ തല കീഴായിട്ട് കാണാം കേട്ടോ. അടുപ്പിച്ച് വെക്കണം എന്നേ ഉള്ളൂ, തല കീഴായിട്ട് കാണാൻ പറ്റും. പിന്നെ അവരവിടെ നിന്നപ്പോൾ അതെങ്ങനെയാണെന്ന് സെക്യൂരിറ്റി പറഞ്ഞു കൊടുക്കുക കേട്ടോ. അതിൻ്റെ ഉള്ളിൽ കയറ് പോയിട്ടുണ്ടായിരുന്നു. അപ്പോൾ സെക്യൂരിറ്റി ഞങ്ങൾക്ക് കയറൊക്കെ എടുത്തെന്ന് അവരോട് ഇങ്ങനെ വലിച്ചു വെക്കാനൊക്കെ പറഞ്ഞു. രണ്ടാളും കൂടെ മെനക്കെട്ട് വലിക്കുകയാണ്. അതായത് സെൽഫ് ലിഫ്റ്റിംഗ് ആണ് സംഭവം. നമുക്ക് സെൽഫായിട്ട് പൊന്തിച്ചാൽ പൊന്തും, പിന്നെ ഇട്ടുവിടുമ്പോൾ നോക്കണം, പെട്ടെന്ന് അങ്ങ് പോന്നു പോകും. ഈ ഒരു സംഭവം പുതിയതാട്ടോ. ഇത് 2 റൗണ്ടാണ്. അതിൻ്റെ 3 റൗണ്ട് പുറത്തും അപ്പുറത്തേതിൻ്റെത് 3 റൗണ്ട് ഉള്ളിലുമാണ്. അപ്പം ഏതാണ് ആദ്യം എത്തുക എന്നുള്ളതാണ് ഇവിടെ നമുക്ക് അവർ എഴുതി വെച്ചത്. ഇതിലേതാണ് ആദ്യം എത്തുകയെന്ന് നിങ്ങൾ നോക്കൂ എന്ന് പറഞ്ഞിട്ട്. ഇതുവരെ അച്ഛനും മക്കളും മെനക്കെട്ടിരുന്നും കണ്ട് താത്തയും പൊന്തിക്കുകയും ചെയ്യുന്നുണ്ടായിരുന്നു കേട്ടോ. കാരണം അവസാനം വരുന്നതിനെ എങ്ങനെയെങ്കിലും മുന്നിലെത്തിക്കാൻ പറ്റുമോ എന്നുള്ളത് 3ആളും കൂടെ ശ്രമിച്ചുകൊണ്ടിരിക്കുകയാണ്. പക്ഷെ അവർ പഠിച്ച പണി 18 നോക്കിയിട്ടും നടന്നില്ല. അപ്പോൾ ഇതൊക്കെയാട്ടോ പുറമത്തെ കാഴ്ചകൾ. അപ്പോൾ ഉള്ളത്തെ കാഴ്ച ഞാൻ അടുത്ത വീഡിയോ ആക്കിയിടാം. കാരണം വീഡിയോ ലെങ്ത്തായി പോകും, അതുകൊണ്ടാണ്. അപ്പോൾ നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം, കമൻറ്റ് ചെയ്യണം, സബ്സ്ക്രൈബും ചെയ്യണേ.